ഇതൊക്കെ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലെ ഒരു പ്രധാന ഭാഗമായിരുന്നു മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മരിച്ച വിശ്വാസികളെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ കൃപയാൽ മോക്ഷഭാഗ്യം ലഭിക്കാൻ ഇടവരുത്തണമേ. അങ്ങനെ 5 പ്രാവശ്യം ചൊല്ലി സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ പറയുമേ ത്രിസ്തുതിയൊക്കെ ചൊല്ലി അവർക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകളിൽ മരിച്ചുപോയ, നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ സഹോദരങ്ങളെ, മാതാപിതാക്കളെ നമ്മൾ ഓർക്കണം. ശുചീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന അവർക്ക് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ, അപ്പോൾ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ട്രെയിനിങ് ആണ് അല്ലേ. നാളെ നമ്മൾ ലോകത്തുനിന്ന് പോയി കഴിയുമ്പം നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് അല്ലേ. അപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന, നമ്മുടെ കുടുംബത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ. ഇന്ന് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അറിയില്ല മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും കുടുംബനാഥൻ പോകുന്നത്, പക്ഷെ മക്കൾക്ക് ആ ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല. പക്ഷെ പ്രാർത്ഥനയിൽ ഈ വക പ്രശ്നങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരണം. എൻ്റെ ഈശോയെ, കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിനൊക്കെ സമർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മക്കൾ പഠിക്കാനായിട്ട് വീക്കാണെങ്കിൽ, ഈശോയെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ള കൃപ കൊടുക്കണമേ, അല്ല അവരെ വിശുദ്ധിയിൽ വളരാനുള്ള കൃപ കൊടുക്കണമേ, ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അപ്പം അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്കും ആ സ്വർഗത്തിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ അവരിലുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഔസേപ്പ് പിതാവിനുള്ള പ്രാർത്ഥന. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ തീർച്ചയായും നമ്മൾ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ സ്മരിക്കണം. തിരുക്കുടുംബത്തിൻ്റെ പാലകനായിരുന്നു വിശുദ്ധ ഔസേപ്പ് പിതാവ് അല്ലേ. നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെയും സംരക്ഷകനും പാലകനുമാണ് ഔസേപ്പ് പിതാവ്. ഔസേപ്പ് പിതാവിനുള്ള ജപം നമുക്ക് ചെല്ലാം. ഇതൊന്നുമില്ലെങ്കിൽ വിശുദ്ധ ഔസേപ്പ് പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അതോടൊപ്പം നമ്മുടെ കാവൽ മാലാഖമാർ, നമ്മുടെ സ്വർഗീയ മധ്യസ്ഥർ, അതുപോലെ സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങനെ ആ എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും ഒരു കൂട്ടായ്മയും ഒരു സഹവാസവും നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കൊച്ചു കൊച്ചു സുഹൃദയവങ്ങൾ, പണ്ടൊക്കെ എന്തുമാത്രം സുഹൃദയവങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് അല്ലേ. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ കരുണയായിരിക്കണമേ. ഒത്തിരി സുഹൃദൈവങ്ങളുണ്ട്. ഈ കൊച്ചു കൊച്ചു സുഹൃദൈവങ്ങളും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനായിട്ട്, പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം.